അടിക്ക് തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞെന്നും ഇരു രാജ്യങ്ങളും ഇവിടെ വെച്ച് നിർത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Well, my position is I get along with both. I know both very well, and I want to see them work it out. I want to see them stop. And hopefully they can stop now. They've gone tit for tat, so hopefully they can stop now. But I know both. We get along with both the countries very well. Good relationships with both, and I want to see it stop. And if I can do anything to help, I will be there. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, നേരത്തെ തന്നെ പഹൽഗാം ഭീകര ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പിന്തുണയുമായി ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വരുന്നു. അടിക്ക് തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും ഇവിടെ വെച്ച ഈ ഒരു ആക്രമണം നിർത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്, അല്ലേ? സന്ധ്യ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു ലോകരാജ്യങ്ങളുടെയും ആവശ്യം അത് തന്നെയാണ്. തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അത് ഭീകരവാദത്തിനെതിരെയായിരുന്നു. പാകിസ്ഥാനകത്ത് കയറി ഭീകരവാദ ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ആ അടിക്ക് തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തർക്കം, സംഘർഷങ്ങൾ അത് മൂർച്ഛിക്കാതെ ഇരു രാജ്യങ്ങളും നോക്കണം. പറ്റുമെങ്കിൽ ചർച്ചകളിലൂടെ ഈ സംഘർഷങ്ങൾ, തർക്കങ്ങൾ അത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ വേണ്ട സഹായങ്ങൾക്ക് ഒപ്പം നിൽക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ട്രംപ് പറയുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളുമായും, അതായത് പാകിസ്ഥാനുമായും ഇന്ത്യയുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്, സഹായിക്കാൻ തയ്യാറാണ്. ഇരു രാജ്യങ്ങളും സംഭാഷണങ്ങളിലൂടെ, അതായത് ചർച്ചകളിലൂടെ തന്നെ ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യം അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. ഇവിടെ വെച്ച് ഇരു രാജ്യങ്ങളും ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യ അടിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഈ ഇത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് എപ്പോഴാണെന്ന് ഉള്ള കാര്യം മാത്രമേ അറിയാതിരുന്നുള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ സംഘർഷവുമായി മുന്നോട്ട് പോകരുത്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള കാര്യം ട്രംപ് ആവശ്യപ്പെടുകയാണ്. ലോകരാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള നേരിട്ടൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു, ചെറുത്തുനിൽപ്പ് ഭീകരവാദത്തിനെതിരെ നടത്തിയിരിക്കുന്നു. കാര്യങ്ങൾ ഇവിടെ വെച്ച് ഇരു രാജ്യങ്ങളും അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി അർജുൻ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകരുത്, ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് സംഘർഷ സാഹചര്യം ഒഴിവാക്കണം എന്നൊരു പ്രതീക്ഷയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്.